ഇന്ന് ഞങ്ങളെത്തിയിരിക്കുന്നത് ഷാർജയിലെ അല്ലയാത്ത് എന്ന് പറഞ്ഞ ഒരു വാദിയുടെ അടുത്താണ്. വാദിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇവിടെ വന്നു ഫുഡൊക്കെ കഴിച്ച് ഏകദേശം കണ്ടോ 4:20 4:20 ഏകദേശം ഒരു 4:20 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല മനോഹരമായ വാദിയുടെ നടുവിലാണുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ഹൈറ്റിലാണ് കഴിഞ്ഞ മഴയ്ക്ക് വെള്ളം പോയിക്കൊണ്ടിരുന്നതെന്ന്. ഇപ്പോൾ അതൊക്കെ മാറി വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 20 ദിവസം ആവുന്നു മഴ പെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ടും അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴുകുന്നു കേട്ടോ. ഇതിങ്ങനെ ഒഴുകി അങ്ങ് ചെന്നിട്ട് അവിടെ വെള്ളം തങ്ങി നിർത്തിയിട്ടുള്ളൊരു വേറെ സ്പോട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ പോയി വീഡിയോ എടുക്കാം. ഈ കുഞ്ഞുങ്ങളല്ലേ, എങ്ങനെയുണ്ട് സ്ഥലം? പിള്ളേരൊക്കെ ആയിട്ട് വരും സുഖമായിട്ട്. പിള്ളേരൊക്കെ വെള്ളത്തിലിറക്കി ഇറക്കി നല്ല എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. എൻ്റെ ഇവിടെ കളകളം ഒഴുകുന്ന ഈ വാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക്കിൽ അങ്ങനെയാണ്, മലയാളത്തിൽ നദി എന്നാണ് അർത്ഥം. നല്ല കളകളം ഒഴുകുന്ന നദി. ഈ നീരുറവകൾ നിൽക്കാൻ ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന വഴിയാണ്. ഇത് ഇത്രയും ഹൈറ്റിലൊക്കെ വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ ചെയറും ടീപ്പോയൊക്കെ ആയിട്ട് വന്ന് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് വെള്ളം ഒഴുകി വരുന്ന വഴി. ശരിക്കും ഇന്നത്തെ യാത്ര ഇങ്ങോട്ടായിരുന്നില്ല കേട്ടോ. ഈ വാദി അല്ലിയാത്തെന്ന് പറയുമ്പോൾ അത് വലിയൊരു വാദിയാണ്. അപ്പോൾ അത് ഒഴുകി വരുന്ന പല പല സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്പോട്ടിലേക്ക് വണ്ടി എത്തുന്ന രീതിയിലുള്ള മാപ്പ് കാണിച്ചില്ല. എന്നാൽ പിന്നെ മാപ്പ് എവിടം വരെ കാണിക്കുന്നു അതുവരെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ പോയാണ് ആദ്യം നമ്മൾ നോക്കിയ മാപ്പിൻ്റെ ആ ദിശയുടെ സൈഡിലുള്ള ഈ വഴി കണ്ടത്. ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ താഴെ വാദി ഒഴുകുക. അപ്പോൾ ഇവിടുത്തെ വാദികളൊക്കെ ഭയങ്കര ഡീപ്പായിരിക്കും. അപ്പോൾ നമുക്ക് അകലയിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നേരെ വണ്ടി അവിടെ തിരിച്ചു. വണ്ടി മുകളിലിട്ടിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ഈ ചെയറൊക്കെ സെറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ചെറിയ കറിയൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു. നല്ലൊരു ഫീലായിരുന്നു. ഒരു 3:30 ആയ സമയത്തൊക്കെ. ഇത് ട്രക്ക് റോഡ് കൂടിയാണ്. അപ്പോൾ ഒരുപാട് ട്രക്കുകൾ, ട്രെയിലറുകൾ, പിന്നെ ടാങ്കറുകളൊക്കെ ഇതിലെ പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. യാത്രയിലെ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ നേരെ അടുത്ത ലൊക്കേഷൻ ഇടാതെ തന്നെ വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് ഇതേപോലെയുള്ള വെള്ളം ഒഴുകുന്ന ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. നമ്മുടെ ഈ മഴയൊക്കെ എത്രയും ശക്തമായിട്ട് മലയോരങ്ങളിലൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഉറവുകളൊക്കെ വെച്ച് വന്ന ഒരുപാട് വാദികൾ, കാണാൻ പറ്റാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, അങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് വാദികളൊക്കെ കണ്ട് അങ്ങനെ യാത്ര തിരിച്ചെത്തിയ വേറൊരു സ്ഥലമായിരുന്നു. വേറൊരു വാദിയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയോടൊക്കെ അടുത്ത സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന വഴിയൊക്കെ. അപ്പോൾ നല്ല രസമുള്ള ഒരു വാദി. ഇത് വാദിയിലേക്ക് ഇറങ്ങുന്നൊരു വഴിയാണ് കണ്ടത്. 2 സൈഡിലും വെള്ളം ഒഴുകി പോകുന്ന വഴിയാണ്. കഴിഞ്ഞ മഴയത്ത് നന്നായിട്ട് വെള്ളം വന്നിട്ട് ഇവിടെ തടഞ്ഞു നിന്നതാണ്. പിന്നെ നമ്മുടെ എക്സ്കവേറ്ററൊക്കെ വന്ന് അങ്ങനെ സെറ്റാക്കിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ റൗണ്ട് അപ്പോട്ടിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവും. ഈ സ്ട്രെയിറ്റ് പോകുന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡാമിൽ പോവാം. അവിടെ പോയ സ്റ്റിൽസാണ് നമ്മളിതിന് മുന്നേ ഇട്ട സ്റ്റിൽസ്. വൈകുന്നേരത്തെ സൺസെറ്റും എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരു സീൻ. പക്ഷേ ഇത് ഭയങ്കര ഡാർക്കായിരുന്നു. നമ്മൾ എഡിറ്റ് ചെയ്ത് കുറച്ച് ലൈറ്റൊക്കെ കയറ്റിയതാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ വണ്ടി ഇട്ട് ഫോട്ടോ എടുത്ത ഈ മരവും ആ പ്രദേശത്തെ നല്ല ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത്. ഇവിടെയും നല്ല രസമുള്ള കാഴ്ചയാണ്. ഈ മരമൊക്കെ ഒന്ന് പച്ച പിടിച്ച് നിൽക്കുന്ന സമയത്ത് വന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും.